അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ ഇത് ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ തൂറ് 44 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഈ സൂറത്ത് പ്രധാനമായും 2 ഭാഗങ്ങളാണ് ഈ സൂറത്തിന് ഇതുവരെ ഉള്ളത്. അതിലൊന്നാമത്തെ ഭാഗത്ത് പരലോകമുണ്ട് എന്നതിൻ്റെ തെളിവാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ പറഞ്ഞത്. അതേപോലെ തന്നെ അതിനോട് പ്രതികരിക്കുന്നതിനനുസരിച്ച് ആൾക്കാർക്ക് ശിക്ഷയും രക്ഷയും ഉണ്ടാവും, ഇതാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗത്ത് പിന്നെ പരലോകത്തിനുള്ള തെളിവുകൾ വളരെ കൃത്യമായിട്ട് പ്രപഞ്ചത്തിലുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് മനുഷ്യരിലേക്ക് എത്തുന്ന പണിയെടുക്കുന്ന ഒരു വിഭാഗം ലോകത്ത് ഉണ്ടാകണം. അത് വിശ്വാസികളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ പണിയെടുക്കുമ്പം ആൾക്കാർക്ക് സത്യം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പം, അല്ലെങ്കിൽ വിശ്വാസികൾ പണിയെടുക്കുമ്പം പിന്നെ അവർക്ക് ഉണ്ടാവേണ്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസം. അത് ഇതിനെ നിഷേധിക്കുന്നവരുടെ ദൗർബല്യങ്ങളാണ്. അത് അള്ളാഹു ഓരോന്ന് എണ്ണി പറയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്ന്, ഈ ദൈവത്തിനെ അള്ളാഹുവിനെ നിഷേധിക്കുന്നത് പിന്നെ ബേസിക്കലി ചിന്തയും യുക്തിയും ബേസ് കൊണ്ടല്ല, മനസ്സിൻ്റെ പ്രശ്നമാണ്. അതാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ ക്ലാസ്സിൽ പിന്നെ ഖുർആൻ മനുഷ്യൻ എഴുതിയതാണോ എന്ന് അവർ ചോദിക്കുന്നതിന് ബേസില്ല. അതവർ ഖുർആൻ തന്നെ മനസ്സിലാക്കാതെ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഖുർആൻ പോലത്തെ ഒന്ന് എഴുതി കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സാണ് രണ്ടാമത് നമ്മൾ പഠിച്ചത്. മൂന്നാമത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിന്നെ സൃഷ്ടിപ്പ്, അള്ളാഹു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ നിരന്തരം വളരെ സുന്ദരമായ ആയത്തുകളാണ്, കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ വിഷയങ്ങൾ ഒന്ന് സൃഷ്ടിപ്പ്, ആരാണ് സൃഷ്ടിച്ചത്, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, ഒന്നുമില്ലായ്മയിൽ നിന്നും മനുഷ്യനുണ്ടാകാൻ കഴിയുമോ എന്ന കാര്യം. 2, സൃഷ്ടിച്ചതിനെ ആരാണ് നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഓൾറെഡി സൃഷ്ടിച്ചു, അതിനാരാണ് ഭക്ഷണം കൊടുക്കുന്നത്, ആരാണ് പിന്നെ സമാധാനം കൊടുക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ വിഷയം. 3, ഈ പ്രപഞ്ചത്തിൽ ഇത്രയും നമുക്ക് അറിയുന്നതും അറിയാത്ത കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന അറിവ് എവിടുന്ന് കിട്ടും. അറിവ് എവിടുന്ന് കിട്ടും? നമ്മളൊരു ചെറിയ ബുദ്ധി കൊണ്ട്, അറിവ് കൊണ്ട് ഈ 10, 40, 60 വയസ്സിനുള്ളിൽ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരാൾ കണ്ടെത്തുക. അപ്പോൾ അതിന് അള്ളാഹു പറയുന്നത് അതൊരിക്കലും മനുഷ്യന് ചിന്തിച്ചാൽ എത്താൻ കഴിയില്ല, അത് വഹിയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി ഈ സൂറത്ത് മറ്റൊരു പോയിന്റിലേക്ക് പോവാണ്. അപ്പം 2 ഭാഗം പറഞ്ഞു, മൂന്നാമത്തെ ഒരു ഭാഗത്തിലേക്ക് പോവാണ്. അത് ഇങ്ങനെ നിഷേധിക്കുന്നവരോട് എടുക്കേണ്ട നിലപാടെന്താണ്, വിശ്വാസികളുടെ നിലപാടെന്താണ്. ഇങ്ങനെ നിഷേധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പഠിച്ച് സത്യസന്ധമായി ഫാക്ച്വലായിട്ട് പഠിക്കുന്നവരോടല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനത്തിലെ ആയത്തിൽ പറഞ്ഞത് ആകാശത്ത് നിന്ന് വളരെ ക്ലിയർ ആയിട്ടൊരു മാജിക്ക്, ഒരു അത്ഭുതം തന്നെ ഇറങ്ങി വന്നാലും അവർ പറയും എന്ത്, ഇത് സാധാരണ ഒരു ആകാശമാണെന്ന് പറയും. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളവരോട് എന്താണ് നിലപാട്. 2, അങ്ങനത്തെ ഒരു നിലപാട് നമ്മൾ എടുക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണ്, യുക്തി എന്താണെന്നൊക്കെയാണ് അടുത്ത ക്ലാസ്. ഞാൻ എൻ്റെ ആയത്തിൻ്റെ വാക്കർത്ഥം പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവാം. 45-ാമത്തെ ആയത്തിൽ ഫദറുഹും ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫാന്ന് ഖുർആൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അതിന് മുന്നേ ഉള്ള ആയത്തിനെ ഇനി പറയാൻ പോകുന്നതുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഫാന്ന് സോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതുവരെ പറഞ്ഞത് കൊണ്ട് ഇതൊക്കെ കൊണ്ടാണ് അവർ നിഷേധിക്കുന്നത്. അവർ പ്രത്യേകിച്ച് എന്താണ് ഫാക്ച്വൽ അല്ല, അവർ മനസ്സ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് നിഷേധിക്കുന്നതാണ്. അതുകൊണ്ട് അതാണ് ഫദറുഹും. വദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർക്ക് നേരെയുള്ള അർത്ഥം അവരെന്ത് ചെയ്യുക, വിട്ടേക്കുക എന്നുള്ളതാണ്. അവരെ ഒഴിവാക്കുക, അവരെ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുക, വിട്ടേക്കുക. വദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒന്നിനെ അതിൻ്റെ വഴിക്ക് വിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഒരു സാധനം ഒരു ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാൾ മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അയാളുടെ നിലപാടെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയാൻ വേണ്ടിയിട്ട് ഒരാൾ മുന്നിൽ വരുമ്പോൾ അയാൾ അതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ട് വേറെ വഴിയിലേക്ക് തിരിച്ചു വിടാനുള്ള ശ്രമം നടത്തുകയാണ്. അള്ളാഹ് പറയുന്നത് അവരെന്ത് ചെയ്യുക, ആ വഴിക്ക് വിട്ടേക്കുക. അതാണ് വദർ എന്ന് പറയുന്നത്. ഇത് അങ്ങനെ പറയാൻ ഞാൻ കാരണം, കുറച്ചും കൂടെ വിശദീകരിച്ച് പറയാൻ കാരണം, നിങ്ങൾ സൂറ നജ്മിൽ നമുക്ക് ഓർമ്മയുണ്ട്,
നമ്മൾ അവരെ വിട്ടേക്കുക, അവരെ അവഗണിക്കുക എന്നതിന് അറള എന്നൊരു പദം പഠിച്ചിരുന്നു, നമ്മൾ ഓർമ്മ ഉണ്ടാവും. ഫഅരിൽ അൻ തവല്ല അൻ ദിക്രിന, അറള എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ വിട്ടേക്കാന്ന് തന്നെ അർത്ഥം. അപ്പോൾ 2 വാക്കുണ്ട്. അപ്പോൾ 2 വാക്കിൻ്റെ എന്താണ് പിന്നെ ഡിഫറൻസ് നമ്മൾ അറിയാൻ വളരെ പ്രധാനമാണ്. പിന്നെ ഈ അറളയും ഫദറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറള എന്ന് പറയുന്നത് നമ്മളെ ഫോക്കസ് ചെയ്യുന്നതാണ്. ഈ ഒഴിവാക്കുന്ന ആളോട് അല്ല പറയുന്നത് വേറെ സ്ഥലത്തേക്ക് തിരിയുക. അറള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് തിരിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് തിരിയുന്നതാണ്. നിങ്ങൾ അവരെ വിട്ടിട്ട് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക എന്നതാണ്. നമ്മളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. വദർ എന്ന് പറയുന്നത് ആ പോകുന്ന ആൾക്കാരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ വിട്ടേക്കുക, അവരെ വഴിയെ അവരെ വിട്ടേക്കുക എന്നാണ്. അതെന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പോൾ ഫദർഹും അവരെ വിട്ടേക്കുക, ഹത്ത ഏതുവരെ, യുലാഖു, മുലാഖാത്ത് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, ഒരാളെ മീറ്റ് ചെയ്യുന്നതിനെയാണ് മുലാഖാത്ത് എന്ന് പറയുക. യുലാഖു അവർ കണ്ടെത്തുന്നത് വരെ, യൗമഹും ഒരു ദിവസം, അന്ന് അവരുടെ സ്ഥിതി എന്തായിരിക്കും, അല്ലദീ ഫീഹി യുസ്അഖൂൻ. അപ്പം ഈ ഖുർആനിൽ നമ്മളെപ്പോഴും ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ ഖുർആൻ്റെ മർമ്മം കിടക്കുന്നത് അതിൻ്റെ വാക്കുകളിലാണ്. ഖുർആൻ നമ്മൾ അതിൻ്റെ വാക്കിൻ്റെ ഓരോ സ്ഥലത്ത് എന്ത് വാക്ക് ഉപയോഗിച്ചു എന്ന ആഴത്തിൽ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുക ഖുർആൻ ഒരു റിപ്പീറ്റേഷനായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. കാരണം ഒരേ കാര്യം ഇപ്പോൾ ഒഴിവാക്കാന്ന് സൂറ നജ്മിലും പറഞ്ഞു, ഇതിലും പറഞ്ഞു എന്നതേ നമുക്ക് ഒരു യൗമ് പരലോകത്തെക്കുറിച്ച് അവിടെയും പറയുന്നു ഇവിടെ പറയുന്നതെന്ന് ഫീലിംഗേ നമുക്ക് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യില്ല. യുസ്അഖൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സായിക്ക എന്ന് പറഞ്ഞാൽ ഇടിനാദമാണ്. ഇടിനാദം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ തണ്ടർ പിന്നെ ഭയങ്കരമായിട്ട് ഇടി വെക്കുമ്പോൾ ആ സൗണ്ടിന് പറയുന്നതാണ് സൈക്ക എന്ന് പറയുന്നത്. സഅക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുസ്അഖൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടിനാദം ഏറ്റവനെ പോലെ ആകുന്ന ആ ദിനത്തിലേക്ക് അവരെ വിട്ടേക്കുക എന്നുള്ളതാണ്. അപ്പം സഅക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കിന് പറയുന്നതാണ്. നമുക്ക് താങ്ങാൻ കഴിയാവുന്നതിലപ്പുറമുള്ള ഒരു സംഭവം നമ്മളെ വന്ന് പിടികൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഷോക്കാണ് എന്താണ്, ആകെ കൂടെ സ്തംഭിച്ച് നിൽക്കുന്നതിനെയാണ് സഅക്ക എന്ന് പറയുക. അത് ഇടിനാദം മാത്രമല്ല, സ്റ്റണ്ട് എന്ന് പറയില്ല നമ്മൾ ഇംഗ്ലീഷിൽ, സ്റ്റണ്ട്, STUNNED, സ്തംഭിച്ചു പോവുക, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ അപ്പുറമുള്ളൊരു സാധനം വന്ന് നമ്മൾ കാണുമ്പം നമ്മൾ ആകെ കൂടെ സ്തംഭിച്ച് നിൽക്കുന്നതിനാണ് യുസ്അഖൂൻ എന്ന് പറയുന്നത്. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ വിട്ടേക്കുക ഏതുവരെ, അവരീ നിഷേധിച്ച് അവർ തന്നെ സ്തംഭിച്ചു പോകുന്ന അർത്ഥത്തിൽ ഈ സത്യം അവരുടെ മുന്നിൽ അനാവരണം ചെയ്യുന്ന ആ നിമിഷത്തിലേക്ക് എന്ത് ചെയ്യുക, അവരെ വിട്ടേക്കുക എന്നുള്ളത്. വല്ലാത്ത പിന്നെ ഭയങ്കര ഭാഷാപരമായിട്ടുള്ള സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ഇതിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാം. 46-ാമത്തെ ആയത്തിൽ യൗമ, അപ്പോൾ ആ ദിവസത്തിന് അള്ളാഹു പിന്നെയും വിശദീകരിക്കുകയാണ്. യൗമ ലാ യുഗ്നി, എന്നാൽ ഉപകാരപ്പെടൂല, അവർക്ക് ഉപകാരപ്പെടൂല, അൻഹും കൈദുഹും. അപ്പം അടുത്ത വാക്ക് കൈദുഹും. കൈദ് എന്ന് പറഞ്ഞാൽ എന്താ, കൈദ് എന്ന് പറഞ്ഞാൽ പ്ലാനാണ്. കൈദ് എന്ന് പറഞ്ഞാൽ ആസൂത്രണം ചെയ്യലാണ് കൈദ് എന്ന് പറഞ്ഞത്. കൈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഭയങ്കര മെഷറൊക്കെ ചെയ്ത് കറക്റ്റ് ഇന്ന് ആക്ഷനൊക്കെ ചെയ്യുന്നതിനെയാണ് കൈദ് എന്ന് പറയുക. അപ്പം അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടാനോ ഇതിനെ തകർക്കാനോ ചെയ്യുന്ന ഒരു പ്ലാനും അതാണ് കൈദ് എന്ന് പറയുന്നത്. ഖുർആനിൽ പ്ലാനിന് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് ഏതാ അറിയുന്ന ആരെങ്കിലും? നമ്മൾ കുറേ വായിച്ചിട്ടുണ്ടാവും ആയത്തിൽ, സൂറ അമ്മ ജ്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. മക്കർ ഉണ്ടല്ലോ, മക്കർ എന്താണ് അവരുടെ മക്കറും കൈദും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കറിൽ ഒരു ഡിസെപ്ഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ കൈദ് പ്ലാനാണ്, ഒരാൾ ആസൂത്രണം ചെയ്യുന്നതാണ്. പക്ഷെ മക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും, ഒരു ചീറ്റിംഗ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരാളെ വഞ്ചിച്ച് തോൽപ്പിക്കാനുള്ള പ്ലാനിനാണ് മക്കർ എന്ന് പറയാം. അപ്പോൾ അള്ളാഹു കൂടെ പറയുന്നത് യൗമല യുഗ്നി അൻഹും കൈദുഹും. ആ ദിവസത്തിൻ്റെ പ്രത്യേകത, ഒന്ന് അവർ ഭയങ്കരമായിട്ട് സ്തംഭിച്ചു പോവും, രണ്ട് അവരുടെ ഒരു ആസൂത്രണവും അവർക്ക് ഉപകാരപ്പെടൂല, വലഹും യുൻസറൂൻ, അവർക്ക് അവിടെ ഒരു സഹായവും ഉണ്ടാവില്ല. അപ്പം ഇതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. 47-ാമത്തെ ആയത്തിൽ വ ഇന്നലില്ലദീന വലമു, അക്രമം പ്രവർത്തിച്ചവർക്കുണ്ട്, അദാബൻ ശിക്ഷ, ദൂനദാലിക. ദൂന എന്ന് പറഞ്ഞാൽ ദുനിയാവ് എന്ന് പറയുന്ന അതിൽ നിന്ന് വരുന്നതാണ് ദൂന. ദൂന എന്ന് പറഞ്ഞാൽ അടുത്ത് ഉള്ളതെന്ന് അർത്ഥമുണ്ട്. രണ്ട്, മറ്റൊന്നിൽ നിന്നും ചെറിയ സാധനം എന്ന അർത്ഥവും ദൂന എന്നുണ്ട്. അപ്പം അവർക്കുണ്ട് ദൂനദാലിക,
ഈ ആ ലോകത്തിലേക്ക് ശിക്ഷക്ക് എത്തുന്നതിന് മുമ്പേ അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പം തന്നെ എന്തുണ്ട്, ഒരു ശിക്ഷ ഉണ്ട്. അപ്പോൾ ഈ പോന്ന പോക്കിൽ തന്നെ പല ശിക്ഷകളും അനുഭവിക്കും അവർ. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അധിക ആൾക്കാർക്കും ആ ശിക്ഷ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്ന് വെച്ചാൽ പിന്നെ വളരെ നമ്മൾ ആഴത്തിൽ ആലോചിക്കണമെന്ന കുറേ വിഷയങ്ങളുള്ള പിന്നെ ആയത്തുകളാണ്. എന്താണ് ഈ ആയത്തുകളിലെ സമ്മറി? 3 ആയത്തുകളിലെ സമ്മറി. ഒന്നാമത് അള്ളാഹു വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ മനുഷ്യരോട് എന്ത് ചെയ്യണം? പ്രബോധനം ചെയ്യണം, സത്യത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഒരു പോയിന്റിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും സത്യസന്ധമല്ല പിന്നെ സംവാദം എന്ന് നമുക്ക് മനസ്സിലായി കഴിയുന്ന നിമിഷത്തിൽ എത്ര തെളിവ് വന്നാലും പിന്നെ അതിനെ എതിർക്കാൻ നിൽക്കുന്നവനാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വദറുഹും, അവരെന്ത് ചെയ്യുക? അവരെ വഴിക്ക് വിട്ടേക്കുക. പക്ഷെ ആ വഴിക്ക് വിടുക എന്ന് പറയുന്നത് നമ്മളെന്തോ പിന്നെ ആകെ കൂടെ അവരോട് ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തോ വെറുത്തുകൊണ്ട് അല്ല. അതിൻ്റെ ആറ്റിറ്റ്യൂഡ്, ലോജിക്ക് എന്താണ്? ആ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അള്ളാൻ്റെ പ്ലാനിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അവർ പോകാൻ പോകുന്നത് എവിടത്തേക്കാണ്? അവർ ഈ സത്യം പൂർണ്ണമായി തിരിച്ചറിയാൻ പോകുന്നൊരിടത്തേക്കാണ് അവർ പോകാൻ പോകുന്നത് എന്ന് മാത്രമല്ല, അവർ ചെയ്യുന്ന ഒരാസൂത്രണവും വിജയിക്കാൻ പോകുന്നില്ല എന്നും മാത്രമല്ല, അവർ പരലോകത്തിലേക്ക് എത്തണ്ട, പരലോകത്തിലേക്ക് എത്തുന്ന ആ വഴിയിൽ തന്നെ അവർ അനുഭവിക്കുന്നുണ്ട് എന്ത്? ആ ശിക്ഷയുടെ അനുരണങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്നുള്ളത്. അപ്പം 3 വിഭാഗങ്ങളെ ഈ ആയത്തുകൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. 3 വിഭാഗങ്ങൾ. ഒന്നാമത്തെ വിഭാഗം വിശ്വാസികളാണ്, പിന്നെ ഇത് പ്രബോധനം ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം ക്ലിയർലി അറിവിൻ്റെ പ്രശ്നം കൊണ്ട് ഇസ്ലാമിനെ നിഷേധിച്ചവരാണ്. ഞാൻ പറയാം ഏതൊക്കെ ആയത്തുകളാണെന്നുള്ളത്. മൂന്നാമത് നിഷേധിക്കുക മാത്രമല്ല, സത്യത്തിനെ തകർക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരെ ആണ്. 3 വിഭാഗക്കാരെയാണ് ഈ ആയത്തുകൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഈ 3 സബ്ജക്റ്റായിട്ട് എടുക്കാം. ഒന്നാമത്തെ സബ്ജക്റ്റ് അവഗണിക്കുക എന്നുള്ളതാണ്, വിടുക എന്നുള്ളത്. ഇതിൽ ഖുർആനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഖുർആനിൽ നമ്മൾ പിന്നെ ഖുർആൻ എന്തുകൊണ്ട് ദൈവികമാണ് എന്ന ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് പരാമർശിക്കാൻ ശ്രമിച്ചിരുന്നു. ഖുർആൻ്റെ ഏറ്റവും വലിയ ഗ്രേറ്റ്നെസ്സുകളിൽ ഒന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷത, സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുന്നോട്ട് വെക്കുന്ന സത്യത്തിന് നിർബന്ധ ബുദ്ധി എന്ന് വെച്ചാൽ എല്ലാവരെയും നിർബന്ധിച്ചിട്ട് ഇസ്ലാമാക്കുക, വളരെ തുറന്ന, നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ ഒരു സംവാദത്തിന് ഉണ്ടാകേണ്ടുന്ന കൾച്ചറിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിക്കുന്നതിൻ്റെ അത്രയും വലുപ്പത്തിലാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഇത് സത്യമാണ്, നിങ്ങൾക്ക് ആലോചിക്കാം, സ്വീകരിക്കണേ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കണമെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. ഇത് ഇസ്ലാമിൻ്റെ ഖുർആൻ്റെ ഭാഷയുടെ നിരന്തരം നമ്മൾ കാണുന്ന ഒരു ശൈലിയാണ്. അതിലൊന്നാണ് വിശ്വാസികളോട് അള്ളാഹു പറയുന്നത് എന്ത്? അവരെ വിട്ടേക്കുക. ഇതിൽ നമുക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയും എടുക്കാതെ ആൾക്കാരെ ഇഗ്നോർ ചെയ്യുന്നതിൻ്റെ പേരിനെ കുറിച്ചല്ല ഇത് പറയുന്നത്. ഇത് ആരോടാ പറയുന്നത്? പ്രഥമ അഭിസംബോധിതർ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുജീവിതം മനുഷ്യരെ സത്യത്തിലേക്ക് നടത്തിക്കാൻ വേണ്ടി പണിയെടുത്ത ആ പ്രവാചകനോടും സഹാബത്തിനോടാണ് ആദ്യമായി അള്ളാഹ് പറയുന്നത് എന്ത്? നീ ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ മനുഷ്യർ പരിഹസിക്കൽ മാത്രമാണ് അവരെ പണിയെങ്കിൽ സത്യസന്ധത തീരെ ഇല്ലാത്തവരെന്ത് ചെയ്യുക? ഒരു പരിധി കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക, അവരെന്ത് ചെയ്യുക? വിടുക എന്നുള്ളത്. അപ്പം നമുക്കിത് തരുന്ന മെസ്സേജ് ഫസ്റ്റ് നമ്മളോട് ചോദിക്കേണ്ടത്, ഈ നിലപാട് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ആ ഫസ്റ്റ് നിലപാട് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്, നമ്മൾ ഈ പണി എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് വേണം? ഈ ഒരു ബോധം കൂടി വേണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ അവഗണിക്കാൻ കഴിയണമെങ്കിൽ എന്ന് വെച്ചാൽ ആൾക്കാരെ ചില സമയത്ത് വിട്ട് കളയാൻ കഴിയണമെങ്കിൽ നമുക്ക് കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാവണം, നമുക്ക് കുറച്ച് റിയാലിറ്റി ഫീലിങ്സ് ഉണ്ടാവണം. അത് ഖുർആൻ പറയുന്ന ഒന്ന്, ഖുർആൻ നിരന്തരം പറയുന്നത് ഒരു മനുഷ്യൻ നന്നാവുന്നത് അറിവിൻ്റെ പ്രശ്നമല്ല, മനസ്സിൻ്റെ പ്രശ്നമാണ്. ഇത് ഖുർആൻ നിരന്തരം പറയുന്ന കാര്യമാണ്. നമ്മൾ തിസീസോ ഏതെങ്കിലും കോളേജിലോ പോയിട്ട് സത്യം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. സത്യം വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ നിങ്ങൾ നോക്കുക, ദൈവത്തിനെ പ്രൂവ് ചെയ്യുന്ന ഒരായത്ത് നിങ്ങളെ വിരൽ തുമ്പുകളിൽ നോക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ കൈ തുറന്ന് നോക്കിയാൽ തന്നെ അള്ളാഹ് ഉണ്ട് നമുക്ക് പ്രൂവ് ആവും. ഇത് സിമ്പിളാണ് സംഭവങ്ങൾ. പക്ഷേ ആൾക്കാർ വിശ്വസിക്കാത്തത് അറിവിൻ്റെ പ്രശ്നമല്ല, മനസ്സിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് ഖുർആൻ്റെ ബേസിക് തിയറിയാണ്. അത് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത്? നമ്മൾ ഇൻഫർമേഷൻ കൊണ്ട് ഒരാളെ ലോഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അയാളുടെ മനസ്സ് തുറക്കാൻ അയാൾ തന്നെ തയ്യാറാവുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അയാളിത് അംഗീകരിക്കുള്ളൂ. ഇത് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
രണ്ടാമത് നമുക്കുള്ള തിരിച്ചറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തുറന്ന സംവാദമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ശരിയെന്നാണ്. അതേ ശരി കേൾക്കുന്നവനും ഉണ്ട്, അപ്പുറത്തവനും ഉണ്ട്, അവൻ്റെ വിശ്വാസമുണ്ടാവും, വന്നവനുണ്ടാവും, പഠിച്ചതുണ്ട്. ഇത് അള്ളാഹ് തന്നെ അംഗീകരിക്കുന്നതാണ്. മനുഷ്യർ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. അതിൽ നമ്മൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. ഇതൊരു തുറന്ന സംവാദമാണ് എന്ന ബോധം നമുക്കും ഉണ്ടാകണം. അത് പഠിക്കാൻ നമ്മൾ ആരുടെ ശൈലിയും പിന്നെ നമ്മൾ കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. ആരെ ശൈലി കോപ്പി അടിച്ചാൽ മതി? അള്ളാഹിൻ്റെ ശൈലി കോപ്പി അടിച്ചാൽ മതി. അള്ളാഹു ഈ സൂറത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറയുന്നത്? അം ഹുലിക്കൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അവിടെ എന്താ പറയുന്നത്? അവര് ഒന്നുമില്ലായ്മയിൽ നിന്നും അവരുണ്ടാക്കപ്പെട്ടതാണോ അതോ അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ? ശരിക്കും അള്ളാഹ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അള്ളാഹ് എന്താ പറയാ? ഞാനാണ് നിങ്ങളുടെ സൃഷ്ടാവ്, അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അങ്ങനെയല്ല, തുറന്ന സംവിധാനം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായതാണോ അല്ല നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഈ ശൈലി നമ്മൾ അഡാപ്റ്റ് ചെയ്താൽ മതി. അള്ളാഹു ഒരു തുറന്ന സംവാദമാണ് ഖുർആനിൽ നടത്തുന്നത്. അതാണ് നമ്മൾ നടത്തേണ്ടത് എന്ന ബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പരിധി കഴിഞ്ഞാൽ ആ ഒരു സംവാദം ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും? അവരെ ഇഗ്നോർ ചെയ്യുക, വിട്ടുകളയുക. മൂന്നാമത്, അതാണ് ഈ ആയത്തുകളുടെ ഇന്നത്തെ ആയത്തുകളുടെ പ്രധാനം. മൂന്നാമത്തത്, പരലോകത്തിൽ എന്തെങ്കിലും വിജയിക്കുമെങ്കിൽ അത് സത്യം മാത്രമേ വിജയിക്കുള്ളൂ എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. കോൺഫിഡൻസ് ഇല്ലാതാവുമ്പോഴാണ് നെഗറ്റീവ് എനർജി സംവാദത്തിൽ കയറി വരിക. സത്യമേ വിജയിക്കുള്ളൂ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും, നമ്മുടെ മുന്നിൽ എത്രയൊക്കെ ഇസ്ലാമോഫോബിയ നടന്നാലും, എന്തൊക്കെ ലോകത്ത് നമ്മുടെ കൺമുന്നിൽ നടന്നാലും, എത്ര സംവാദത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടതായി കണ്ടാലും, അവസാനം എന്ന് പറഞ്ഞാൽ എപ്പോഴോ അല്ല, തൊട്ടടുത്ത സമയം തന്നെ സത്യം മാത്രമേ വിജയിക്കുള്ളൂ എന്ന കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ, ആ കോൺഫിഡൻസ് ഉള്ള ഒരാൾ സംവാദത്തിൽ പങ്കെടുക്കുന്നതും അതില്ലാത്ത ആൾ പങ്കെടുക്കുന്നതും രണ്ടായിരിക്കും. അള്ളാഹു ഈ ആയത്തിലൂടെ തരുന്ന പാഠം അതാണ്. സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന നമുക്ക് ഈ ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ട് എന്നുള്ളത് നമ്മൾ എവിടെയും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഇടയിൽ തന്നെ നമ്മളെ തന്നെ നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു ചർച്ചയിൽ 2 പോയിന്റുകൾ വന്നാൽ തന്നെ നമ്മൾ ഒന്നുമില്ലാതാകാൻ കാരണം ഇത് സത്യമാണ് എന്നൊരു ഉറപ്പ് നമുക്കില്ല. 1, 2 ഈ പറയുന്നതേ വിജയിക്കുകയുള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ ഇതേ വിജയിക്കുള്ളൂ എന്ന ഉറപ്പ് നമുക്കില്ല. ആ ആത്മവിശ്വാസം, കോൺഫിഡൻസ് നമുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഖുർആന് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പറയുന്ന മെയിൻ മെസ്സേജ് അതാണ്. അപ്പോൾ അതിൽ വദറ് എന്നുള്ള പദം ഫോക്കസ് ചെയ്യുന്നത് അതിനാണ്. അള്ളാഹു പറയുന്നത് എന്താണ്? നിങ്ങൾ അവരെ വഴിക്ക് വിട്ടേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിൻ്റെ വിധിക്ക് വേണ്ടിയിട്ട്, അള്ളാഹിൻ്റെ പ്ലാനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? അവരെ വിട്ടേക്കുക. അവനറിയാം നീതിപൂർവ്വം അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അത് കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ ആ നിലപാട് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ വദറുഹും എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാവർക്കും അവരുടേതായ പരീക്ഷണമുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങളാണ്. ഏത് വിഷയത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് മറന്നു പോകുന്നത് വെച്ചാൽ നമ്മുടെ മക്കളുടെ കാര്യത്തിലാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കൾ എന്തുകൊണ്ട് ഇത്രയും ചെയ്തിട്ട് മക്കൾ നന്നാവുന്നില്ല എന്നുള്ളൊരു വല്ലാത്തൊരു സ്ട്രെസ് ഉണ്ടാവേണ്ടതാണ്. പാരൻസ് എന്ന അർത്ഥത്തിൽ നമുക്ക് ഉണ്ടാവണം. പക്ഷെ നമ്മൾ ഖുർആനിലേക്ക് നോക്കുമ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മോന് എന്ത് ചെയ്യാണ്? അവസാനം പരാജയപ്പെടുകയാണ്. ഓരോ മനുഷ്യനും അവൻ്റേതായ ഒരു പരീക്ഷണം ഉണ്ട്. അവനും അള്ളാഹുവും തമ്മിൽ അതിൽ അവൻ തന്നെ സ്വയം മറികടന്നേ മതിയാവും. നമുക്ക് ഗൈഡൻസ് കൊടുക്കാനേ കഴിയുള്ളൂ, നമുക്ക് ലൈറ്റ് അടിച്ചു കൊടുക്കാനേ കഴിയുള്ളൂ. അതിലൂടെ നടക്കണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം. ആ പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ അവൻ തന്നെ എന്ത് ചെയ്യണം? ഇതാകണം. ആ വദറുഹും എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഇരുട്ടിലേക്ക് വിടുകയല്ല ചെയ്യുന്നത്. നമ്മൾ വെളിച്ചം കാണിക്കാനുള്ള എല്ലാ ശ്രമം നടത്തി കഴിഞ്ഞിട്ട് ആ വഴി തിരഞ്ഞെടുക്കാനുള്ള ബാധ്യത അവൻ്റെതാണ് എന്ന് ക്ലിയർ ആകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. ഈ വദറ്, ഈ ഒഴിവാക്കുക എന്നുള്ള പിന്നെ ക്യാരക്ടർ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഇമോഷണലി ഭയങ്കര സ്റ്റേബിളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, എത്ര സംവാദം കത്തിയാലും അവർ വളരെ പ്രസന്നമായിട്ട് വളരെ കൂളായിട്ട് നിൽക്കുന്ന കാരണം ഈ വദർ എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ഇത് ഒഴിവാക്കാൻ കഴിയുന്ന, മറ്റൊരാണ് ഭയങ്കര സ്ട്രെസ്സായി ആ കൂടെ വേർത്ത് പിന്നെ നമുക്കിഷ്ടമില്ലാത്ത വാക്കുകളൊക്കെ വരുന്നത് ഈ സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്, അള്ളാഹിൻ്റെ വിസ്ഡത്തിൽ, അള്ളാഹിൻ്റെ യുക്തിയിൽ, ഹിക്മത്തിൽ ഒരാൾക്ക് ബിലീഫ് ഉണ്ടാവും. എന്ത്? വദർ എന്നുള്ള സ്വഭാവം നമുക്കുണ്ടെങ്കിൽ എന്നുള്ളതാണ്. അപ്പം ക്ലിയർ ആയിട്ട് ഈ ആയത്തുകൾ തരുന്ന ഈ ആയത്തിൻ്റെ ഒന്നാമത്തെ പാഠം തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരു സമയം ഘട്ടം എത്തിക്കഴിഞ്ഞാൽ സംവാദത്തിൽ പ്രബോധനത്തിൽ മനുഷ്യരെ വിടുക എന്നുള്ളതാണ്. വദർ ഖുർആനിൽ ഉപയോഗിച്ച സ്ഥലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സൂറ അൻആമിൽ 137 ആയത്തിൽ ഇത് വളരെ സുന്ദരമായ ആയത്താണ്. ഈ തിയറി നമ്മൾ പഠിപ്പിക്കുന്നത്. അള്ളാഹ് പറയാണ്, വലൗ ഷാ അല്ലാഹു മാ ഫഅലൂഹു. നിങ്ങൾ അവർ ചെയ്യുന്നതിലല്ല നിങ്ങൾക്ക് ബേജാറ് എന്ന് വെച്ചാൽ ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, അയാളെന്താ അങ്ങനെ ചെയ്യുന്നത്. വലൗ ഷാ അല്ലാഹു മാ ഫഅലൂഹു. അള്ളാഹ് വിചാരിച്ചിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യൂല. അള്ളാഹ്ക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. ഫദറുഹും വമാ യഫ്തറൂൻ. നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ വിട്ടേക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ആ കൂടെ നമ്മളൊരു ശ്രമം നടത്തിയതിന് ശേഷം, ഒരു പണിയെടുക്കാതെ എല്ലാ ശ്രമവും നടത്തിയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നടത്തണമെങ്കിൽ അള്ളാഹ്ക്ക് വിചാരിച്ചാൽ തന്നെ ഈ പണി അവരെന്ത് ചെയ്യൂല, അത് ചെയ്യൂല. അവരെന്ത് ചെയ്യുക, വിട്ടേക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഒന്നാമത്തെ സബ്ജക്റ്റ് എന്താണ്, ഒരു പോയിന്റിലെത്തിയാൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസോട് കൂടി മനുഷ്യരെ അവരെ വഴിക്ക് വിട്ടേക്കുക. ഒരു തുറന്ന സംവിധാനമാണ്. അള്ളാഹിൻ്റെ പ്ലാനിന് വേണ്ടിയിട്ട് അവരെ വിട്ടേക്കുക എന്നുള്ളൊരു നിലപാടാണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് അറിവിൻ്റെ പ്രശ്നം കൊണ്ട് നിഷേധിച്ചവരോട് അള്ളാഹ് പറയണം. അറിവിൻ്റെ പ്രശ്നം കൊണ്ട് നിഷേധിച്ചവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിവ് മതിയാവൂല, കാണാത്ത ദൈവത്തെ വിശ്വസിക്കൂല, പരലോകം കാണുന്നില്ല, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല. അറിവിൻ്റെ പ്രശ്നം കൊണ്ട് നിഷേധിച്ചവരോട് അള്ളാഹ് പറയുന്ന കാര്യമാണ് അടുത്തത്. അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാക്കുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് യുസ്അകൂൻ എന്നാണ്. യുസ്അകൂൻ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഖുർആൻ പഠനത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കാത്ത, ഖുർആൻ നിരന്തരം പറയുന്ന ഒരു വിഷയം ഒറ്റ വാക്കിൽ അള്ളാഹ് പറയാണ്. യുസ്അകൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം നാളെ നേരിട്ട് കാണുന്ന ആ നിമിഷത്തെക്കുറിച്ച് അള്ളാഹു ഒറ്റ വാക്കി പറയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് നിഷേധികളുടെ അവസ്ഥ മാത്രമായിരിക്കില്ല, എല്ലാവരുടെയും അവസ്ഥ ഏകദേശം ഇതിന്. നിഷേധികൾ അത് ആ കൂടെ ബേജാറാകുമെന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ സയൻറ്റിഫിക്കലി തന്നെ പറയുന്നത് നമ്മൾ കാണുന്നതല്ല റിയാലിറ്റി എന്നുള്ളതാണ്. നമ്മൾ കാണുന്നതൊക്കെ ഒരു തരത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പെർസെപ്ഷനാണ്. ഇതിൻ്റെ ഒരു മറ നീങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് യൂണിവേഴ്സ്, എന്താണ് പ്രപഞ്ചം, ഈ മിൽക്കി വേ ഒക്കെ ഈ ഗോളങ്ങളിൽ എന്താണ്, അള്ളാഹ് എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്, ജിന്നുകൾ ആരാണ്, ഇബ്ലീസ് ആരാണ്, പ്രവാചകൻ, അങ്ങനെ ഇതൊക്കെ കൂടി ഈ യാഥാർത്ഥ്യം കാണുന്നൊരു നിമിഷമുണ്ട്. അതാണ് പരലോകത്തിൽ നമ്മൾ പോയി നിൽക്കുന്ന ആ നിമിഷം. ആ നിമിഷത്തെ എങ്ങനെയെങ്കിലും വിവരിക്കാൻ കഴിയുമെങ്കിൽ അത് യുസ്അകൂൻ എന്നാണ്. സ്തംഭിച്ചു പോകും, നമ്മളാകെ കൂടെ അന്താളിച്ചു പോകുന്ന. അള്ളാഹ് പറയുന്നത് ഈ കാണാൻ കഴിയാതെ അള്ളാഹിനെ നിഷേധിക്കുക, അറിവിൻ്റെ പ്രശ്നം കൊണ്ട് അള്ളാഹിനെ നിഷേധിക്കുന്നവരെ വിട്ടേക്കുക. അവർ ആ പോയിന്റിലെത്തിയിട്ട് ഇടിയേറ്റവനെ പോലെ സ്തംഭിച്ചു പോകും എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്ത ഒരു നിമിഷത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു ഒരു തിയറി അള്ളാഹ് പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. സത്യം ഒരാൾ ഇവിടുന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഹിദായത്താകും, സമാധാനമാവും, സക്കീനത്താവും, ഇത്മയിന്നയാവും. സത്യം ഇവിടുന്ന് ഏറ്റെടുക്കാൻ ഒരാൾ റെഡിയായി കഴിഞ്ഞാൽ അത് നമുക്ക് സമാധാനമായിട്ട് മെല്ലെ മെല്ലെ ഇറങ്ങിയിട്ട് നമുക്ക് സമാധാനമാവും. സത്യം ഇവിടുന്ന് ഏറ്റെടുക്കാത്തവനാണ് അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുക, ഇടിയേറ്റവനെ പോലെ സ്തംഭിച്ചു പോവുക എന്ന് പറയുന്ന രണ്ട് തലങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ സൈക്ക എന്നുള്ള പ്രയോഗം ഖുർആനിൽ കുറേ സ്ഥലത്ത് പറയുന്നുണ്ട്. അധികവും പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ ശിക്ഷയുടെ ഒരു ശിക്ഷ ഇടിനാദമാണ്. സൈക്ക വല്ലാത്തൊരു പ്രകമ്പനം കൊണ്ട് നശിച്ചു പോവാണ്. അവിടെ പറയുന്ന 2 എക്സാമ്പിൾ ഞാൻ പറയാം. അതിലൊന്ന് സൂറ ബക്കറയിൽ മൂസാ നബി അലൈഹി സ്വലാമിനോട് ബനു ഇസ്രായേൽ ചോദിക്കുന്നുണ്ട്, ഇത് കുൽത്തും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ എന്ന് പറഞ്ഞാൽ എന്താണ്, മൂസ നീ പറയുന്നല്ലോ ഒക്കെ, പക്ഷെ അള്ളാഹിനെ നേരിട്ട് കാണാതെ നമ്മൾ വിശ്വസിക്കൂല. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കും ഇപ്പം എന്തോ ഭയങ്കര സയൻസ് കണ്ടുപിടിച്ച ചോദ്യമാണെന്നാണ്. പണ്ട് അവർ നീ പറയുന്നൊക്കെ ഓക്കെയാണ്, നേരിട്ട് കാണാണ്ട് എന്ത് ചെയ്യൂല, നമ്മൾ വിശ്വസിക്കൂല. അപ്പോൾ അറിവിൻ്റെ പ്രശ്നമാണ്, അപ്പോൾ അള്ളാഹ് പറയാണ് അവരെന്ത് ചെയ്തു, സായിക്ക പിടികൂടി. സായിക്ക എന്ന് പറഞ്ഞാൽ സ്തംഭിച്ചു പോകുന്ന ഇടിമിന്നൽ എന്ത് ചെയ്തു, അവർ കണ്ടുകൊണ്ടിരിക്കുക, കാണാത്താണുള്ളവർക്ക് പ്രശ്നം, ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുക എന്ത് ചെയ്തു, ഇടിമിന്നലേറ്റു എന്ന് പറയുന്നത്. രണ്ടാമത് അമ്മ സമൂദ് ഗോത്രത്തെക്കുറിച്ച് അള്ളാഹ് പറയുന്നു, ഫഹദൈനാഹും അവരെന്ത് ചെയ്തു, അവർക്ക് ഹിദായത്ത് കാണിച്ചു കൊടുത്തു.
ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദ, അവരെന്ത് ചെയ്തു? അന്ധതയെ ഹിദായത്തിന് പകരമായിട്ട് ഏറ്റെടുത്തു. എന്ന് വെച്ചാൽ ഹിദായത്ത് വേണ്ടാന്ന് പറഞ്ഞു. ഫഅഖദ്തുമു സായിഖത്തു, അപ്പോൾ അവിടെ അവരെന്താണ് പിടികൂടിയത്? സായിഖത്താണ് പിടികൂടിയത് എന്ന് കാണാൻ പറ്റും. അപ്പം പരലോകത്ത് സത്യം തിരിച്ചറിയുന്ന നിമിഷം, ഞാൻ പറയുന്നത് നിഷേധികളെ കുറിച്ച് മാത്രമല്ല, നമ്മളും ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ന് സയൻസും ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഒരു ഇതാവും. എന്തായിരിക്കും ശരിക്ക്, നമ്മൾ ആരാണ്, എവിടുന്നാണ് ഈ വരുന്നത്, പിന്നെ എന്താണ് നമ്മൾ ഈ കാണുന്നത് എന്നൊക്കെ ശരിക്കും അറിയുന്ന ഒരു നിമിഷം വന്നാൽ പരലോകം എന്തായിരിക്കും അല്ലേ? പരലോകം ഒരു ഭയങ്കര നമ്മളാകെ തകർന്നു പോകുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം, ഖുർആൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളിൽ ഒന്ന് ഇതാണ്. പരലോക വിവരണത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു ഭാവിയിൽ ഈ സ്തംഭിച്ച് നിൽക്കലിനെ കുറിച്ച് നിരന്തരം ഓർപ്പിച്ചുകൊണ്ട് അള്ളാഹ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ തിരുത്തൽ വരുത്താൻ വേണ്ടി പറയുന്നത്. അത് രണ്ട് മൂന്ന് ഇടങ്ങൾ ഞാൻ പറയാം. ഒന്ന് ഈ സൂറത്തിലാണ്. സൂറ തൂറിൻ്റെ തുടക്കത്തിൽ നരകത്തിൻ്റെ മുന്നിലെത്തിയിട്ട് അള്ളാഹ് പറയും, ഹാദിഹി നാർ, ഇതാണ് മക്കളെ നരകം. അല്ലത്തി കുൻതും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ നേരത്തെ ലോജിക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിച്ച ആ നരകം ഉണ്ടല്ലോ, ഹാദിഹി നാർ, ഇതാണ്. എന്നിട്ട് ഒരു സർക്കാസം പോലെ അള്ളാഹ് ചോദിക്കുകയാണ്, അഫ സിഹ്റുൻ ഹാദ, ഇപ്പോഴും ഇത് നിങ്ങൾക്ക് മായാജാലാണോ? അം അൻതും ലാ തുബ്സിറൂൻ, നിങ്ങൾ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നത് ഭാവിയിലൊരു ഫ്യൂച്ചറിലെ സാധനം പറഞ്ഞുകൊണ്ട് അള്ളാഹു നരകത്തിൻ്റെ മുന്നിലവസ്ഥ പറയാണ്. രണ്ടാമത് സൂറ കാഫിൽ എന്താണ് ഖുർആൻ്റെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ആയത്തുകളിൽ ഒന്നാണ്, ആയത്തുകളുടെ ഒരു സീരീസാണ് സൂറ കാഫിൽ 22 മുതലുള്ള ആയത്തുകൾ. ലഖദ് കുൻത ഫീ, അത് കുറേ പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാണ്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, അതായത് ഈ മഹ്ശറയിലെത്തിയിട്ട് സത്യം തിരിച്ചറിയുന്നവരെ കുറിച്ച് പറയാണ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തായിരുന്നു? അശ്രദ്ധരായിരുന്നു, ഗഫ്ലത്തായിരുന്നു. ഫകശഫ്ന അൻക ഇതാഅക, നിങ്ങളുടെ മറ ഞാൻ എന്ത് ചെയ്തു? നീക്കി. അപ്പം നമുക്കിപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പരലോകം ഇപ്പം ഉണ്ട്, പക്ഷെ കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. അള്ളാഹ് നമ്മുടെ മുന്നിലുണ്ട്, പക്ഷെ കണ്ണിൻ്റെ കപ്പാസിറ്റി കേപ്പബിലിറ്റി കൊണ്ട് കാണാൻ കഴിയാത്തതാണ്. അള്ളാഹ് പറയുന്നത് ഫകശഫ്ന അൻക ഇതാഅക, നിങ്ങളുടെ മറ എന്ത് ചെയ്തു? ഞാൻ നീക്കി. ഫബസറുക്കൽ യൗമ ഹദീദ്, അന്ന് നിങ്ങളുടെ കണ്ണുകൾ വളരെ വളരെ മൂർച്ചയുള്ളതായിരിക്കും. കണ്ണിൻ്റെ കാഴ്ച വളരെ മൂർച്ചയുള്ളതായിരിക്കും എന്നുള്ളത് ആ കാഴ്ചയെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെക്കൂടെ ഇല്ലാതാകുന്ന കുറേ ആയത്തുകൾ അള്ളാഹ് പറയുന്നുണ്ട്. സൂറ സജ്ദയിൽ 12-ാമത്തെ ആയത്തിൽ വലൗ തറ, അപ്പം ഒരു ഇമാജിനേഷനാണ്, വിഷ്വലൈസേഷനാണ്. വലൗ തറ, നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, നമ്മളോട് പറയാണ് നിങ്ങളെങ്ങാൻ കണ്ടിരുന്നെങ്കിൽ, ഇതിൽ മുജിരിമൂൻ, പരാജയപ്പെട്ടവരെ, നാക്കിസൂ റൂസിഹിം, തല ഇങ്ങനെ താഴ്ത്തി അള്ളാഹിൻ്റെ മുന്നിൽ നിൽക്കുന്നത്, ഇന്ദ റബ്ബിഹിം, എന്നിട്ട് അവർ പറയും റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അബ്സർന, ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഇനി പ്രശ്നമില്ല, ഒരു ലോജിക്കിൻ്റെ പ്രശ്നമില്ല, കാഴ്ചയുടെ പ്രശ്നം, കണ്ടിരിക്കുന്നു. വസമിഅന, കേൾക്കുകയും ചെയ്തിരിക്കുന്നു, വളരെ ക്ലിയറാണ്. ഫർജഅന നഅമൽ സ്വാലിഹൻ, ഒരു മണിക്കൂറേക്കൊന്ന് തിരിച്ചയച്ചിരുന്നെങ്കിൽ കുറച്ച് നല്ല കാര്യം ചെയ്തിട്ട് തിരിച്ചു വരായിരുന്നു. എന്നിട്ട് അടുത്ത ലാസ്റ്റ് പ്രയോഗമാണ് ഇന്നാ മൂക്കിനൂൻ, നമുക്ക് യക്കീൻ വന്നിട്ടുണ്ട്. യക്കീനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. യക്കീനും ഈമാനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചിരുന്നു. യക്കീൻ എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ സെർട്ടനിറ്റിയാണ് യക്കീൻ എന്ന് വെച്ചാൽ ഒരാൾ ലോജിക്കലി ഉറപ്പാകുന്നതാണ് യക്കീൻ. ഇന്നാ മൂക്കിനൂൻ, നമുക്ക് എന്തായിരിക്കുന്നു? വളരെ ക്ലിയർ ആയിരിക്കുന്നു എന്ന് അവർ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി സൂറ അംബിയയിൽ വഖ്തറബൽ വഅദുൽ ഹഖ്ഖു ഫഇദാ ഹിയ ഷാഹിസത്തുൻ അബ്സാർ എന്നാണ് പറയുന്നത്. ഷാഹിസത്തുൻ അബ്സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സാധാരണ നോക്കുമ്പോൾ കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇമവെട്ടുമല്ലോ, കണ്ണിമവെട്ടാതെ ഇങ്ങനെ നോക്കി നിന്നു പോകും. ഇത് ആകെ കൂടെ തകർന്നിട്ട് കണ്ണിമവെട്ടാതെ നോക്കി നിന്നു പോകും. എന്നിട്ട് അവർ പറയും എന്ത്? അല്ലദീന കഫറു യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ, നേരത്തെ അശ്രദ്ധയിലായി പോയല്ലോ, മിൻ ഹാദ ബൽ കുന്നാ ളാലിമീൻ എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയും. സൂറ ഫുർഖാനിൽ ഇതിനെ അള്ളാഹു വിശദീകരിക്കുന്നത് വയൗമ യഗല്ലു ളാലിമു അലാ യദൈഹി എന്നാണ്. ഈ അക്രമികൾ വിരലുകൾ കടിച്ചു പോകുന്ന നിമിഷം. അപ്പോൾ വിരലുകൾ കടിച്ചു പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, ആകെ നഷ്ടബോധം കൊണ്ട് ഇത് ചെയ്താമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് ആ സാധനം. അപ്പോൾ കണ്ണുകൾ തള്ളി, തലകൾ താഴ്ത്തി,
കുറ്റബോധം നിറഞ്ഞ് നഷ്ടബോധം നിറഞ്ഞ് വിരലുകൾ കടിച്ചു പോകുന്ന ആ നിമിഷം, അതാണ് യുസ്അഖൂൻ എന്ന് ഈ ആയത്ത് പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പിന്നെ ഇതിൽ ഈ ഖുർആനിൽ ഇതും കൂടെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഖുർആനിൽ പിന്നെ ഈ ഒരു രംഗമുണ്ട് എന്നെ വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് മനസ്സിൽ തറച്ചു നിൽക്കുന്ന, പരലോകത്തെക്കുറിച്ച് ആലോചിക്കുമ്പം ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെ നിൽക്കുമെന്ന് ആലോചിച്ച് പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക തൽക്കാലം, പഠിച്ചോ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുമാറട്ടെ. പരാജയപ്പെട്ടിട്ട് നമ്മളിങ്ങനെ നരകത്തിൻ്റെ അടുത്തെത്തുമ്പം സഅലഹും ഹസനത്തുഹ, ആ നരകത്തിനൊരു കാവൽക്കാരനുണ്ടാവും. അയാൾ ചോദിക്കും, അലം യഅതികും നദീർ, ഈ മുന്നറിയിപ്പുകാരും വന്നിട്ടില്ലായിരുന്നോ മറ്റേ ഖുർആൻ പഠിക്കണം പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് സൂറ മുൽക്കിലെ. അതായത് പിന്നെ ഇത് മുന്നേ അതായത് നരകം തൊട്ട് മുന്നേയൊക്കെ പരാജയപ്പെട്ട് ആകെ ഏകദേശം ഗ്യാസും ഫീസൊക്കെ പോയിട്ട് ഇരിക്കുകയാണ്. അങ്ങനത്തെ നമ്മളോട് കുത്തി നോയിച്ചുകൊണ്ട് അയാൾ ചോദിക്കും, അലം യഅതികും നദീർ, ഇതൊന്നും ഓർപ്പിക്കുന്ന ഒരാളും നിങ്ങൾക്ക് വന്നിട്ടില്ലേ? അപ്പോൾ അവർ പറയും, അല്ലെങ്കിൽ നമ്മൾ ആരാണോ പരാജയപ്പെടുന്നത് അവർ പറയും, ഖാലു ബല, അതെ വന്നിട്ടുണ്ട്. ഖദ് ജാഅനാ നദീർ, വന്നിട്ടുണ്ട്, നമ്മളെ നന്നാക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഫഖദ്ദബ്ന, നമ്മൾ അവരെ നിഷേധിച്ചു. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതാണ് സത്യം തിരിച്ചറിയുന്ന നിമിഷത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞാൻ പിന്നെ വേറൊരു ഇൻസ്റ്റൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരുടെ പിന്നെ ചില ഈ പ്രപഞ്ചത്തിൻ്റെ പുതിയ പുതിയ സത്യങ്ങൾ കണ്ടെത്തുമ്പം അവർ യുസ്അഖൂൻ എന്ന് വെച്ചാൽ ആകെക്കൂടെ സ്തംഭിച്ച് പോയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ, കോഡ്സ് കാണാൻ പറ്റും, കുറേ കാണാൻ പറ്റും. ഒന്ന് രണ്ട് മാത്രം ഞാൻ പറയാം. ഒന്ന് ന്യൂട്ടൻ്റെയാണ്, ഐസക് ന്യൂട്ടൻ നമുക്കറിയാം ലോകത്തിൻ്റെ തന്നെ പിന്നെ സയൻറ്റിഫിക് പിന്നെ എന്താണ് ഒരു പാത്ത് വേയിൽ വലിയ റെവല്യൂഷൻ കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹം പറയുന്നത്, ലോകത്തിന് ഞാൻ എന്തായി തോന്നുന്നു എന്ന് എനിക്കറിയില്ല. ഐ ഡു നോട്ട് നോ വാട്ട് ഐ മേ അപ്പിയർ ടു ദ വേൾഡ്. ലോകത്തിന് ഞാൻ എന്താണ് എന്ന് എനിക്കറിയില്ല. ബട്ട് ടു മൈസെൽഫ് ഐ സീം ടു ഹാവ് ബീൻ ഓൺലി ലൈക്ക് എ ബോയ് പ്ലേയിങ് ഓൺ ദ സീഷോർ. ഒരു കടലോരത്ത് കളിക്കുന്ന ഒരു കുട്ടിയായിട്ടേ എനിക്ക് തോന്നുള്ളൂ. കാരണം അത്രയും ഇതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, സത്യത്തിൻ്റെ മഹാസാഗരം അപ്പോഴും എനിക്ക് മുന്നിൽ അജ്ഞാതമായി തന്നെ കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾ അറിയുമ്പോൾ തകർന്നു പോവാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാൾ സാഗൻ, ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. കാൾ സാഗന് പിന്നെ ഈ സയൻസിനെ ഇത്രയും ജനകീയവൽക്കരിച്ച ഒരാൾ, എത്തിയസ്റ്റാണ്, പക്ഷേ പിന്നെ നമുക്ക് വായിക്കപ്പെടേണ്ട ഒരാളാണ്. അദ്ദേഹം പറയുന്നത്, പ്രപഞ്ചത്തെ നാം പരിശോധിച്ചപ്പോൾ കണ്ടത് ഇതാണ്, അദ്ദേഹത്തിൻ്റെ വേർഷൻ ഇതാണ്, അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഗാലക്സിയുടെ വിദൂര കോണിലുള്ള സാധാരണമായൊരു നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു പൊടി പടലത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പറയുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ. പിന്നെ എന്താണ് അദ്ദേഹം പറയുന്നത്, വി ലിവ് ഓൺ എ മോട്ട് ഓഫ് ഡസ്റ്റ് സർക്കിളിങ് എ ഹംഡ്രം സ്റ്റാർ ഇൻ ദ റിമോട്ടസ്റ്റ് കോർണർ ഓഫ് എൻ ഒബ്സ്ക്യൂർ ഗാലക്സി എന്നാണ്. ഒന്നുമല്ലാത്ത ഒന്നിൻ്റെ ഒരു പൊടി പടലമാണ് നമ്മൾ. എന്നിട്ട് അദ്ദേഹം അടുത്ത വാക്ക്, അനന്തമായ ബഹിരാകാശത്ത് നാം ഒരു ചെറിയ കണികയാണെങ്കിൽ കാലത്തിൻ്റെ മഹാപ്രവാഹത്തിൽ നാം ഒരു നിമിഷം മാത്രമാണ് എന്നാണ്. അത്രയും ചെറുതാണ്. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? അവർ ജെനുവൻലി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് പുതിയൊരു കണ്ടുപിടുത്തം പഠിക്കുമ്പോൾ ഈ പ്രപഞ്ചം അവരെ ആകെ സ്തംഭിപ്പിക്കുകയാണ്. നമുക്കിതൊന്നും അല്ലാതെ തന്നെ നമ്മൾ വമ്പം മുസ്ലിങ്ങളാണ്, അത് നമ്മളെ വേറെ പ്രശ്നമാണ്. അങ്ങനെയല്ല ആവേണ്ടത്. നമ്മൾ ഓരോന്നും അന്വേഷിച്ചിട്ട് ഹംദ് ക്ലിയറാണ്, സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് എന്നൊക്കെ പറയാൻ നമ്മൾ അതിലേക്ക് പോയിട്ട് പിന്നെ ഇത് പ്രപഞ്ചത്തിൻ്റെ ഓരോ ചെറിയ പുതിയ സാധനങ്ങൾ അറിയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം. അള്ളാഹു ഇവിടെ പറയുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇത് മൊത്തത്തിൽ അറിയുന്നൊരു നിമിഷം ഉണ്ടാവും. ആ നിമിഷത്തിൽ ഈ അറിവിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ തകർന്നു പോകുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് പിന്നെ രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തത്, ഈ അറിവിൻ്റെ പ്രശ്നം കൊണ്ട് നിഷേധിച്ചവരോട് അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന ലലമു അദാബൻ ദൂനദാലിക് എന്നാണ്. ഈ പരലോകത്തിൻ്റെ ശിക്ഷയിലേക്ക് എത്തുന്നതിൻ്റെ വഴിയിൽ തന്നെ ശിക്ഷ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇത് പിന്നെ ഖുർആനിൽ ഞാൻ ഇത് മാത്രമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനത്തെ ഇതിനുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അന്വേഷിക്കാൻ കുറേ അന്വേഷിച്ചപ്പോൾ കിട്ടിയ 1-2 ആയത്തുകൾ, വല്ലദീന കദ്ദബൂബി ആയാത്തിന സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ എന്നാണ്. അള്ളാഹിനെ നിഷേധിക്കുന്നവരെ അവരറിയാത്ത വിധത്തിൽ പടിപടിയായിട്ട് നാം പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്.
അപ്പോൾ വളരെ ക്ലിയറാണ്. ഈ അള്ളാനെ നിഷേധിച്ചവരെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആരെയെ കുറിച്ച് ആലോചിക്കരുത് കേട്ടോ. അള്ളാനെ നിഷേധിച്ചവർ ഒരു ടീമാണ്, അള്ളാഹിൽ വിശ്വസിച്ചവർ വേറൊരു ടീമാണ്. നമ്മൾ ഏതാണെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ അള്ളാനെ നിഷേധിച്ചവർ അവിടം വരെ എത്തണ്ട, അവരുടെ ജീവിതത്തെ അള്ളാഹു പടിപടിയായിട്ട് എന്ത് ചെയ്യാണ്, പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ കുറേ ലാസ്റ്റ് വിഷയം, മൂന്നാമത്തെ വിഷയം. അപ്പം ഒന്നാമത്തെ എന്താണ്, വിശ്വസിക്കുന്നവരോടുള്ള അഭിസംബോധനയാണ്, അവരെ വിട്ടേക്കുക. രണ്ടാമത് അറിവിൻ്റെ പ്രശ്നം കൊണ്ട് നിഷേധിച്ചവരോട് അള്ളാഹ് പറയുന്നത് അവരെ വിട്ടേക്കുക, അവർ സ്തംഭിച്ചു പോകുന്ന ഒരു നിമിഷത്തിലേക്ക് പോകുന്നുണ്ട്. മൂന്നാമത്തെ വിഷയം, നിഷേധിക്കുക മാത്രമല്ല, സത്യത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത കൈത് പ്ലോട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് അള്ളാഹ് പറയുന്നത് യൗമല യുഗനി അൻഹും കൈതുഹും, ആ ദിവസം അവരുടെ ഒരു ആസൂത്രണവും വിജയിക്കുകയില്ല എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ പിന്നെ നമുക്ക് തീരെയില്ലാത്ത ഒരു കോൺഫിഡൻസിനെ കുറിച്ചാണ് അള്ളാഹു കൂടെ പറയുന്നത്. സത്യത്തിൻ്റെ മാർഗത്തിലാണ് നമ്മളെങ്കിൽ നമ്മൾ കാണുന്ന ചെറിയ അസത്യത്തിൻ്റെ വിജയങ്ങൾ നമ്മുടെ ഒരു തരത്തിലും എന്ത് ചെയ്യരുത്, നിരാശരാക്കരുതെന്നുള്ള ഖുർആൻ്റെ ആൾക്കാർക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ബോധ്യം ഉണ്ടാണ്. അള്ളാഹ് പറയുന്നത് അവരുടെ കൈതൊരിക്കലും വിജയിക്കുകയില്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ ഒരൊറ്റ സംഭവം മാത്രം ഞാൻ പറയാം, കാരണം അത്ര സമയം നമ്മളെ കുറേ പോയിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്ന സൂറ യൂസുഫിൽ നിങ്ങൾ നോക്കിയാൽ കൈദ് എന്നുള്ള പദം സുന്ദരമായി അള്ളാഹു ഉപയോഗിക്കുന്ന വളരെ വലിയ പാഠങ്ങൾ അവിടെ നൽകുന്നതായിട്ട് കാണാൻ പറ്റും. സൂറ യൂസുഫിൽ 33 മുതലുള്ള ആയത്ത്. ഇത് ഏതാ സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസുഫ് നബി അലൈഹി സ്വലാം ആ രാജ്ഞി എന്ത് ചെയ്തു, പ്രലോഭിപ്പിച്ചു. പിന്നെ അതിൻ്റെ ആ സംഭവം കഴിഞ്ഞിട്ട് ആ രാജ്ഞിയെ പട്ടണത്തിലുള്ള പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു, കളിയാക്കുന്നു. പെണ്ണുങ്ങളെല്ലാവരുടെയും ഒരു സദസ്സ് വിളിച്ചിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ തെറ്റായ കാര്യത്തിലേക്ക് അവർ ക്ഷണിക്കുന്നു. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, കാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, പഠിച്ചവനെ എനിക്ക് ജയിലാണെന്ത് ഇവർ ക്ഷണിക്കുന്നതിനേക്കാൾ ഇഷ്ടം. വ ഇല്ലാ തസ്രിഫ് അന്നി, നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ, അന്നി കൈദഹുന്ന, അവരുടെ കൈദ് അവരുടെ ആസൂത്രണത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ, അസബു ഇലൈഹിന്ന വ അകും മിനൽ ജാഹിലീൻ, അപ്പം ഞാൻ എന്ത് ചെയ്യും, ജാഹിലിൽ പെട്ടുപോകും. അപ്പം യൂസുഫ് നബി അലൈഹി സ്വലാം എന്താ പ്രാർത്ഥിക്കുന്നത്, സത്യത്തിനെതിരെ പ്രവർത്തിച്ചവരുടെ പിന്നെ ആസൂത്രണത്തിൽ നിന്നും പ്ലാനിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നാണ്. തൊട്ടുടനെ എന്താ സംഭവിക്കുന്നത്, യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിലാണ് ആകുന്നത്. ഇതാണ് നമുക്കുള്ള തെറ്റിദ്ധാരണയാണിത്. നമ്മൾ തിങ്കളാഴ്ച പ്രാർത്ഥിച്ചാൽ നമുക്ക് ബുധനാഴ്ച വിജയം നടക്കാത്ത ഒരു പ്രശ്നത്തിന് നമ്മൾ എന്ത് ചെയ്യൂല, നമുക്ക് നിന്നു കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥന അപ്പം തന്നെ നടക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹിനോട് അവരുടെ പ്ലോട്ടിൽ നിന്നും കൈദിൽ നിന്നും ഇതാക്കിയിട്ട് അള്ളാഹു അപ്പം തന്നെ ആൻസർ ചെയ്യുന്നുണ്ട്. ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുന്ന, അള്ളാഹു എന്ത് ചെയ്യുന്നു, അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ നിന്നും അവരുടെ പ്ലോട്ട് നീക്കുന്നു. പക്ഷേ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്യുന്നു, ജയിലിൽ അകപ്പെടുന്നു. ജയിലിൽ എനിക്ക് കണ്ണിന്ന് വെള്ളം വന്നുപോയ 1-2 പ്രയോഗങ്ങൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ അത്രയും ത്യാഗം സഹിച്ച് പ്രവർത്തിച്ചിട്ട് ജയിലിലാകുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് വേണ്ടത്. ജയിലിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം സ്വപ്ന വ്യാഖ്യാനത്തിന് വന്ന 2 പേരോട് പറയുന്ന വർത്താനം ഇതാണ്, ദാലിക മിൻ ഫളില്ല, ഈ സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് അള്ളാഹിൻ്റെ ഫളിലാണ്. അലൈന വഅലന്നാസി വലാകിന്ന അക്സറന്നാസി ലാ യഷ്കുറൂൻ, പക്ഷെ അധികം മനുഷ്യരും എന്ത് ചെയ്യുന്നില്ല, ശുക്ർ ചെയ്യുന്നില്ല. ആരാ പറയുന്നത്, ജയിലിൽ അകപ്പെട്ട ഒരാൾ മറ്റുള്ളവരെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യണമെന്ത്, മനുഷ്യർ ശുക്ർ ചെയ്യുന്നില്ല. ഇന്ന റബ്ബി ബി, എന്നിട്ട് ജയിലിൽ നിന്നുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പറയാണ്, ഇന്ന റബ്ബി ബി കൈദി ഹിന്ന അലീം, അവരുടെ കൈദ് അവരുടെ പ്ലോട്ടിനെ കുറിച്ച് എൻ്റെ റബ്ബിന് എന്ത് ചെയ്യുക, വളരെ ക്ലിയർ ആയിട്ട് അറിയാം. എന്നിട്ട് പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ നിന്ന് റിലീസ് ആവുമ്പോഴാണ് പറയുന്നത് വ അന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ എന്നുള്ളത്. എന്ന് വെച്ചാൽ അള്ളാഹു ഒരിക്കലും സത്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ ഒരാസൂത്രണവും വിജയിക്കില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠങ്ങളുള്ള ഒരു പ്രയോഗമാണ്. ഒന്നാമത്തെ പാഠം, ഒരു മറ്റുള്ളവർ എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്, ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളിടത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലം ചെയ്യുന്നത്. രണ്ടാമത് നമുക്ക് വേണ്ടത് അള്ളാഹിൻ്റെ പ്ലാനിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് ആണ്. എപ്പം വരും എന്നുള്ളത് അള്ളാഹിൻ്റെ പ്ലാനാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന നഷ്ടങ്ങളൊക്കെ ജയിലിലാകും. ആൾക്കാർ പിന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാളോട് പറഞ്ഞിട്ട് അയാൾ മറന്നുപോകും. വർഷങ്ങൾ ജയിലിൽ കിടക്കുമ്പോഴും ആ സബറോടുകൂടി അള്ളാഹ്
അവസാനം അള്ള വിജയിപ്പിക്കുമ്പോഴും ആ കോൺഫിഡൻസിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നത്, ഇപ്പം എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയുന്നത് അള്ളാഹു എന്ത് ചെയ്യൂല, അവരുടെ കയ്യിൽ വിജയിപ്പിക്കുകയില്ല എന്നുള്ളത്. ഈ ഒരു സംഭവം, ഈ ഒരു പാഠം പഠിക്കാൻ നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഗസ മാത്രം നോക്കിയാൽ മതി. ഗസയുടെ 2 വർഷം ആദ്യത്തെ കുട്ടി മരിക്കുമ്പം മുതൽ, കൊല്ലപ്പെടുമ്പം മുതൽ അവർ ഈ കൈദ്, ഇസ്രായേലിൻ്റെ എല്ലാ കൈദും എല്ലാ പ്ലോട്ടും തോൽപ്പിക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് അവരെ ഓരോ കുട്ടികളും പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളിൽ പലരും ആ വഴിക്ക് അള്ളാനെ വിട്ട് മാറി, ഇത് ജയിക്കുമെന്നില്ല, ഇതാകെ പരാജയപ്പെട്ടു എന്നുള്ളത്. 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ ഇതുവരെ അമേരിക്കക്കെതിരെ നിൽക്കാത്ത യൂറോപ്പ് വളരെ സുന്ദരമായിട്ട് ഓപ്പണായിട്ട് ആരേക്കാൾ മുന്നിൽ അമേരിക്കയെ എതിർത്തുകൊണ്ട് ലോകം തന്നെ ഇസ്രായേലിൻ്റെ അധാർമികതയെ നിഷേധിക്കുന്ന ഒരു ലോകത്തെയാണ്. എവിടെ പോയാലും വേൾഡ് കപ്പിൽ പോലും ഫലസ്തീൻ ചർച്ചയാകുന്ന, ഇസ്രായേലിനെതിരെ ആകുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൈദ്, അള്ളാഹിൻ്റെ എതിരെയുള്ള കൈദുകൾ ദുർബലമാണ് എന്നത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈമാൻ്റെ കണ്ണ് വേണം, സബർ വേണം. പഠിച്ചവൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അറിവുകൾ, അള്ളാഹു തരുന്ന പാഠങ്ങൾ, അത് ഈമാനോടുകൂടി ഏറ്റെടുക്കാനുള്ള ഒരു തിരിച്ചറിവ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.